കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരിക്കല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. ഇരു കൈകളും ഉള്ളവനായി നരകത്തിലേക്ക് കെടാത്ത അഗ്നിയിൽ നിബന്ധിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക. രണ്ട് പാദങ്ങളും ഉള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണു മൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചൂടിനെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളും ഉള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. കാരണം എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ടു പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും? നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ, പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശുദ്ധ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 41 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്നേഹമുള്ളവരെ, യേശു ഇതുപോലെ കർക്കശമായിട്ട് തൻ്റെ വചനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരുപോലെ സമാന്തര സുവിശേഷങ്ങളിൽ ഉപയോഗിച്ചിരിക്കുക പ്രധാനമായും ഒരു കാര്യത്തിനെതിരെയാണ്. പ്രത്യേകിച്ച് ദുഷ്പ്രേരണ നൽകാതിരിക്കുക. ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരിക്കല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് എന്ന വചനത്തിൽ തന്നെ ഇത് എത്രമാത്രം ഗൗരവത്തോടെ കർത്താവ് കാണുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വ്യക്തി ഭാഗികമായി അന്ധനായി തീർന്നാലും അല്ലെങ്കിൽ അംഗവൈകല്യമുള്ളവനായി തീർന്നാലും അതിനേക്കാൾ കൂടുതൽ പ്രശ്നമുള്ളതാണ് ദുഷ്പ്രേരണ എന്ന് പറയുന്നു. ചിലപ്പോൾ അംഗവൈകല്യമുള്ള ഒരു വ്യക്തിക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഭാഗികമായി അന്ധനായി തീർന്ന ഒരു വ്യക്തി എങ്ങനെയാണ് കഷ്ടപ്പെടുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അതിനേക്കാൾ മാരകമായ ഒന്നാണ് ദുഷ്പ്രേരണ നൽകുന്ന ഒരു വ്യക്തി. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരെ തെറ്റിലേക്ക് ആകർഷിക്കുന്നവരായി മാറുന്നുണ്ടെങ്കിൽ അതാണ് കർത്താവ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും നമ്മൾ മറ്റുള്ളവരെ തെറ്റുകളിലേക്ക് ആകർഷിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കാം. അത് പല രീതിയിലും മറ്റു വ്യക്തികളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, മറ്റു വ്യക്തികളെ തെറ്റുകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല എന്നാണ് ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുക. അപ്പോൾ നാം ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കേണ്ടവരാണ്, ഒരിക്കലും തിന്മയിലേക്ക് നയിക്കേണ്ടവരല്ല. തിന്മയിലേക്കാണ് നയിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ കർത്താവിന് എതിരായി നിൽക്കുന്ന വ്യക്തികളാണ്. നമുക്കറിയാം, ഇന്നത്തെ സുവിശേഷൻ്റെ അവസാനം പറയുന്നത് ഉപ്പിനെക്കുറിച്ചാണ്. ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ട് പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും? നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു. മാത്രമല്ല, പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യുവാനാണ് കർത്താവ് ആഹ്വാനം ചെയ്യുക. ഉപ്പ് അതിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. ഉപ്പിന് ഒരു സാധനത്തെ നശിപ്പിച്ച് കളയാതിരിക്കുവാൻ വേണ്ടി, ഒത്തിരി കാലം നിലനിൽക്കുവാൻ വേണ്ടി ഉപ്പിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ കറിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ സ്വാദ് കൂട്ടുവാൻ വേണ്ടി നമ്മൾ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ അത് വളരെ കൃത്യതയോടുകൂടെ പാകത്തിന് ഉപയോഗിക്കണമെന്നാണ് പറയുക.
അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഉപ്പിൻ്റെ രസമായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുക, അതൊരിക്കലും നമുക്ക് സ്വാദ് നൽകുന്നില്ല. അതേസമയം വളരെ കൃത്യതയോടുകൂടെ പാകത്തിന് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൽ ഉപ്പുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല, അതിൻ്റെ ആ സ്വാദ് നമുക്ക് കിട്ടുന്നില്ല, പക്ഷേ കറിക്ക് സ്വാദുള്ളതായിട്ട് മാറും. അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർക്കൊരിക്കലും നാശത്തിന് കാരണമായി തീരാൻ പാടില്ല. മറ്റുള്ളവരെ നന്മയിലേക്ക് ആകർഷിക്കുന്ന, നന്മയിലൂടെ ദൈവത്തിൻ്റെ പ്രീതി കൈപ്പറ്റുന്ന വ്യക്തികളാക്കി മാറ്റുവാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. പ്രിയമുള്ളൊരു കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതാണ്. എന്തെല്ലാം കാര്യങ്ങൾ നീ ചെയ്താലും നീ ചെയ്യുന്ന തിന്മകൾ തീർച്ചയായും മറ്റുള്ളവരാൽ നോട്ടീസ് ചെയ്യപ്പെടും. അല്ലേ, നമ്മൾ 99 നന്മകൾ ചെയ്താലും ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ 99 നന്മകളുടെയും ഫലം പെട്ടെന്ന് ഇല്ലാതാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകതയാണ്. നമ്മൾ നന്മകളേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവരിലുള്ള തിന്മകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്മകൾ മാത്രം ഉണ്ടായിരിക്കുവാൻ വേണ്ടി പ്രത്യേകം പരിശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഒരു വ്യക്തിക്ക് പോലും ദുഷ്പ്രേരണയ്ക്ക് കാരണമായി തീരാതിരിക്കുക. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റു വ്യക്തിക്കും അത് ഇഷ്ടമാവുകയും അതേ തെറ്റ് ആവർത്തിക്കുവാൻ ഇടപെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. ക്രിസ്ത്യാനിയെ അനുകരിക്കാൻ പലർക്കും വിഷമമാണ്. അതേസമയം ക്രിസ്തു മതത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ അനുകരിക്കാൻ ഒത്തിരിയേറെ താല്പര്യം കാണിക്കുന്ന ആളുകൾ പുറത്തുണ്ട്. എന്തുകൊണ്ടാണ്? പലപ്പോഴും ക്രിസ്ത്യാനികൾ അവരുടെ വാക്കുകളും പ്രവൃത്തികളും പരസ്പരം യോജിപ്പില്ലാത്തതാക്കി അവർ ദുഷ്കരമാക്കി മാറ്റുകയാണ്. തൻ്റെ വാക്കും പ്രവൃത്തിയും ഒരിക്കലും ഒരുപോലെ പോകാത്തത് കൊണ്ട് പലപ്പോഴും അന്യമതസ്ഥരായ വ്യക്തികൾ ക്രിസ്ത്യാനികളെ കളിയാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ പേരാണ് നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ലതായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. നീ നിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും അനുഗ്രഹമായിട്ട് മാറുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പരിതാപകരമായി മാറുന്ന ഒന്നാണ് മറ്റൊരു വ്യക്തിക്ക് ദുഷ്പ്രേരണ നൽകുന്നത് എന്ന് കർത്താവ് എടുത്തു പറയുന്നു. വളരെ കർക്കശമായിട്ട് കർത്താവ് പറയുകയാണ്, നീ ഒരിക്കലും ഈ എളിയവരിൽ ഒരുവന് പോലും ദുഷ്പ്രേരണയ്ക്ക് കാരണമാകാതിരിക്കുക. അത് നിൻ്റെ കണ്ണാണെങ്കിലും കൈയാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും നീ ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് ദുഷ്പ്രേരണ നൽകാതിരിക്കുക എന്നാണ് പറയുക. ചില വ്യക്തികൾ മറ്റുള്ളവരോട് കൂട്ടുകൂടിയിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ മറ്റുള്ളവരെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. അതായിരിക്കും ഒരു പക്ഷേ ആ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ വ്യക്തി മറ്റു വ്യക്തിയോട് വളരെ പ്രതികാരപൂർവ്വം പ്രവർത്തിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരെ ദുഷ്പ്രേരണയ്ക്ക് പ്രേരിപ്പിക്കുന്ന വ്യക്തികളായി തീരുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് കർത്താവ് നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നു. തീർച്ചയായും ഉപ്പും അഗ്നിയും എല്ലാം ശുദ്ധീകരിക്കുന്നതിൻ്റെ പ്രതീകം കൂടിയാണ്. നമ്മുടെ ജീവിതം വിശുദ്ധീകരിച്ച് കർത്താവിൻ്റേതാക്കി മാറ്റുമ്പോഴാണ് അതിന് പവിത്രതയുണ്ടാകുക. ഉപ്പ് നല്ലതാണ്, നിന്നിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് കർത്താവ് ആശംസിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതൊരു ബലിയാണ്, ത്യാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. കാരണം ഈ ഉപ്പ് പ്രത്യാശയാകാം, വിശ്വാസമാകാം, സ്നേഹമാകാം. അത് പാകത്തിന് നൽകിയാൽ അത് മറ്റു വ്യക്തികൾക്ക് അനുഗ്രഹമായിട്ട് തീരും. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കുവാനുള്ള ഒരവസരമാണ് ഇന്ന് ഈ തിരുവചനം നമ്മുടെ മുമ്പിലേക്ക് നൽകുക. അതിനാൽ നമ്മളെ സ്വയം വിലയിരുത്തി ഞാൻ ഏത് രീതിയിലാണ് മറ്റൊരു വ്യക്തിയോട് പ്രവർത്തിക്കുന്നത്? മറ്റൊരു വ്യക്തിയെ നന്മയിലേക്ക് ആകർഷിക്കുന്ന ഒരാളാണോ ഞാൻ, അതോ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണോ? തിന്മയിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റേതായിട്ട് മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അങ്ങനെ സർവശക്തനായ ദൈവത്തിൻ്റെ നാമം എല്ലാവരും മഹത്വപ്പെടട്ടെ. ആമേൻ.